ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള 1 kg ബട്ടർസ്കോച്ച് കേക്ക് റെഡിയാക്കി എടുക്കാം. ഇത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബട്ടർസ്കോച്ച് കേക്കാണ്. ഇതിൽ ഞാൻ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി വെച്ചിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പാൽപ്പൊടിയാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടതിന് ശേഷം ഒരു 2-3 തവണ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ടും അതുപോലെ മിക്സിയുടെ ജാറിലും ഒക്കെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മുട്ട ഇവിടെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ല ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടർസ്കോച്ച് എസൻസും 1/2 ടീസ്പൂൺ മിൽക്ക് എസൻസും ഫ്യൂ ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലും ഞാനൊരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഓയിൽ മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി ചേർത്തിട്ട് അതും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഹെയർട്ട് ഷേപ്പ് പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം ഒരു 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട പ്രൊലൈൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 30 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. സാൾട്ടഡ് ബട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബട്ടർ മെൽറ്റായി. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കാഷ്നട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ആ ഒരു കാഷ്നട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് WSP എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുള്ള കാഷ്നട്ടാണ്. 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു കാരമലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി കഴിഞ്ഞാൽ ഇത് ബട്ടറോ ഓയിലോ അപ്ലൈ ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലേക്കോ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. സെറ്റായി വന്നു കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് ഒടിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ബട്ടർസ്കോച്ച് സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആ പ്രലൈൻ ഉണ്ടാക്കിയ പാനിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അങ്ങനെ പഞ്ചസാര ഇവിടെ മെൽറ്റായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതും അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ക്രീം നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും കുറച്ച് ബട്ടർസ്കോച്ച് എസൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് മിക്സ് ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ഇവിടെ നല്ലതുപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു 12 ഇഞ്ചിൻ്റെ കേക്ക് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കാം. വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ലെയറിൽ നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ആക്കി കൊടുക്കണം. ആദ്യത്തെ ലെയറിൽ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പ്രൊലൈനും അതുപോലെ കുറച്ച് ബട്ടർസ്കോച്ച് സോസും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീമാക്കി കൊടുക്കുവാണ്. ശരിക്കും രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഗിഫ്റ്റ് അതിൽ വെക്കാനായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ ഈ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് കിച്ചണിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു ഞാൻ ഐസിങ് ചെയ്ത് തരണമെന്ന് ചോദിച്ചു. അതെന്താണെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ മാറ്റിയിട്ട് ഈ കേക്കിനകത്ത് ഹസ്ബൻഡിന് ആ ഒരു ഗിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഐസിങ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് കിച്ചണിൽ തന്നെ ഇരുന്നുകൊണ്ട് എനിക്കത് വെക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ മൂന്നാമത്തെ ലെയർ കേക്കാണ്. മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് ഞാൻ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പതിയെ ഇങ്ങനെ സ്ലോയിൽ വിപ്പിംഗ് ക്രീം സൈഡിൽ കൂടെയും മുകളിൽ കൂടെയൊക്കെ കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കുവാണ്. ഞാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ ഇതിലുള്ളിലേക്ക് ആ ഒരു ഗിഫ്റ്റ് വെച്ച് കൊടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇത് മെല്ലെ വിപ്പിംഗ് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേഗം കുളിച്ചിട്ടു. അപ്പോഴത്തേക്കും ചായ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. പോകുന്ന സമയത്ത് 2-3 തവണ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഐസിങ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഹസ്ബൻഡും കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് ഞാൻ തന്നെ ഐസിങ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ കുളിക്കാൻ പോയ സമയത്തിന് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് അത്ര ക്ലിയറായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും ഐസിങ് ചെയ്തു. ഐസിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൽ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഞാനൊരു റിങ്ങാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ക്രീം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പറിലൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇനി ആ ഒരു ബോക്സിൻ്റെ സൈസിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് എടുത്ത് മാറ്റാം. പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് ആ ഒരു ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോക്സ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ചെറിയ പീസ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതായത് കേക്കിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ ഒരു ബോർഡർ വരച്ചിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിൽ മുഴുവനായിട്ടും പ്രൊലൈൻ ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിന് മുകളിൽ ചുറ്റിലും ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് വീഡിയോയിൽ എടുക്കാൻ പറ്റാതെ പോയത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാമല്ലോ. പിന്നെ കേക്കിന് മുകളിൽ ബട്ടർസ്കോച്ച് സോസ് ഇതുപോലെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ കേക്ക് എന്തായാലും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രയും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ വീഡിയോ ബേക്കറി സ്റ്റൈൽ പ്ലം കേക്കാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ടാണ് പ്ലം കേക്കിൻ്റെ വീഡിയോ വൈകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ആ കേക്ക് കട്ട് ചെയ്ത ഒരു കുറച്ച് വീഡിയോസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.